ദ കോസ്മിക് പവർ വിത്തിൻ യു. ഓഥർ ജോസഫ് മർഫി. നിങ്ങളുടെ ഉള്ളിൽ ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച അതേ ശക്തി പ്രവർത്തിക്കുന്നുണ്ടെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നക്ഷത്രങ്ങളെ ചലിപ്പിക്കുന്ന, ഗ്രഹങ്ങളെ ഭ്രമണം ചെയ്യിക്കുന്ന, പ്രകൃതിയുടെ എല്ലാ നിയമങ്ങളെയും നിയന്ത്രിക്കുന്ന ആ മഹത്തായ പ്രാപഞ്ചിക ശക്തി നിങ്ങളുടെ ഉള്ളിലും ഒരു ചെറു പതിപ്പായി നിലകൊള്ളുന്നു. ഇത് കേവലം ഒരു കാവ്യാത്മകമായ ഭാവനയല്ല, മറിച്ച് ഒരു ശാസ്ത്രീയ സത്യമാണ്. നിങ്ങളുടെ ഉപബോധ മനസ്സ് ആ അനന്തമായ പ്രാപഞ്ചിക ബുദ്ധിയുടെ ഒരു ഭാഗമാണ്. അത് നിങ്ങളുടെ ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നു. നിങ്ങളുടെ ചിന്തകൾക്കനുസരിച്ച് നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്തുന്നു. നിങ്ങളുടെ ജീവിതത്തിലേക്ക് അവസരങ്ങളെയും ആളുകളെയും ആകർഷിക്കുന്നു. എന്നാൽ മിക്ക ആളുകളും ഈ അത്ഭുതകരമായ ശക്തിയെക്കുറിച്ച് പൂർണ്ണമായും അജ്ഞരാണ്. അവർ തങ്ങളുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം ബാഹ്യ സാഹചര്യങ്ങൾക്ക് വിട്ടുകൊടുത്ത് നിസ്സഹായരായി ജീവിക്കുന്നു. എന്നാൽ നിങ്ങൾ ഈ ആന്തരിക ശക്തിയെ തിരിച്ചറിയുകയും അതിനെ ബോധപൂർവം ഉപയോഗിക്കാൻ പഠിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ജീവിതം പൂർണ്ണമായും മാറിമറിയും. നിങ്ങൾ ഇനി ഒരു സാധാരണക്കാരനായിരിക്കില്ല. നിങ്ങൾ നിങ്ങളുടെ വിധിയുടെ ശില്പിയായി മാറും. ഈ പ്രാപഞ്ചിക ശക്തി എങ്ങനെയാണ് നിങ്ങളിലൂടെ പ്രവർത്തിക്കുന്നത്? നിങ്ങളുടെ ചിന്തകളിലൂടെയും വിശ്വാസങ്ങളിലൂടെയും. നിങ്ങളുടെ ബോധമനസ്സിലെ ഓരോ ചിന്തയും ഒരു വിത്ത് പോലെ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ നടപ്പെടുന്നു. ഉപബോധ മനസ്സ് ആ വിത്തിനെ സ്വീകരിച്ച് അതിനെ യാഥാർത്ഥ്യമാക്കി മാറ്റുന്നു. ഇതൊരു നിഷ്പക്ഷ നിയമമാണ്. നല്ല ചിന്തകൾ നല്ല ഫലങ്ങൾ നൽകുന്നു. ചീത്ത ചിന്തകൾ ചീത്ത ഫലങ്ങൾ നൽകുന്നു. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ അനുഭവിക്കുന്നത് അതെല്ലാം നിങ്ങളുടെ മുൻകാല ചിന്തകളുടെയും വിശ്വാസങ്ങളുടെയും ഫലമാണ്. നിങ്ങളുടെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി, ആരോഗ്യം, ബന്ധങ്ങൾ ഇവയെല്ലാം നിങ്ങളുടെ ആന്തരിക മാനസിക ചിത്രങ്ങളുടെ ബാഹ്യ പ്രതിഫലനങ്ങളാണ്. ഈ തിരിച്ചറിവ് നിങ്ങളെ ശാക്തീകരിക്കുന്നു. കാരണം നിങ്ങളുടെ ബാഹ്യ ലോകം മാറ്റണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ആന്തരിക ലോകം മാറ്റുക എന്നതാണ്. നിങ്ങളുടെ ഉള്ളിലെ ഈ പ്രാപഞ്ചിക ശക്തിയുമായി ബന്ധപ്പെടാൻ നിങ്ങൾ നിങ്ങളുടെ ബോധമനസ്സിനെ ശാന്തമാക്കാൻ പഠിക്കണം. തിരക്കേറിയ ഒരു തടാകത്തിൽ അടിത്തട്ടിലെ നിധി കാണാൻ കഴിയില്ല. എന്നാൽ തടാകം ശാന്തമാകുമ്പോൾ വെള്ളം തെളിയുകയും അടിത്തട്ടിലെ നിധി ദൃശ്യമാകുകയും ചെയ്യുന്നു. അതുപോലെ നിങ്ങളുടെ മനസ്സ് ശാന്തമാകുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ അനന്തമായ ബുദ്ധിയുമായും ശക്തിയുമായും നിങ്ങൾക്ക് ബന്ധപ്പെടാൻ കഴിയും. ദിവസവും കുറച്ച് സമയം നിശബ്ദമായ ഒരു സ്ഥലത്തിരുന്ന് നിങ്ങളുടെ ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ചിന്തകൾ വരുമ്പോൾ അവയോട് പ്രതികരിക്കാതെ അവയെ വെറുതെ നിരീക്ഷിക്കുക. ഈ നിശബ്ദതയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ യഥാർത്ഥ സ്വത്വവുമായി ബന്ധപ്പെടാം. ഈ അവസ്ഥയിൽ നിങ്ങൾ നൽകുന്ന നിർദ്ദേശങ്ങൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് നേരിട്ട് സ്വീകരിക്കുകയും അവയെ യാഥാർത്ഥ്യമാക്കാൻ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഈ പ്രക്രിയയിൽ വികാരമാണ് നിർണായക ഘടകം. വികാരരഹിതമായ ഒരു ചിന്ത ചിറകില്ലാത്തൊരു പക്ഷി പോലെയാണ്. അതിന് പറന്നുയരാൻ കഴിയില്ല. എന്നാൽ ശക്തമായ വികാരത്തിൽ മുഴുകിയ ഒരു ചിന്ത ഒരു റോക്കറ്റ് പോലെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹത്തിന്റെ പൂർത്തീകരണം ഭാവനയിൽ കാണുമ്പോൾ ആ നിമിഷത്തിന്റെ സന്തോഷം, കൃതജ്ഞത, ആശ്വാസം എന്നിവ അനുഭവിക്കുക. ഈ വികാരം നിങ്ങളുടെ ശരീരത്തിലെ ഓരോ കോശത്തെയും പ്രകമ്പനം കൊള്ളിക്കുന്നു. ഈ പ്രകമ്പനം പ്രപഞ്ചത്തിലേക്കൊരു ശക്തമായ സന്ദേശം അയക്കുന്നു. പ്രപഞ്ചം ആ സന്ദേശത്തിന് ഉത്തരം നൽകാൻ ബാധ്യസ്ഥമാണ്. അത് നിങ്ങൾക്ക് ആവശ്യമായ ആളുകളെയും അവസരങ്ങളെയും സാഹചര്യങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ ഏത് പ്രശ്നത്തിനും പരിഹാരം കാണാൻ ഈ പ്രാപഞ്ചിക ശക്തിയെ ഉപയോഗിക്കാം. ഒരു പ്രശ്നം നേരിടുമ്പോൾ അതിനെക്കുറിച്ച് വേവലാതിപ്പെടുന്നതിനു പകരം ഉറങ്ങുന്നതിനു മുമ്പ് ആ പ്രശ്നം നിങ്ങളുടെ ഉപബോധ മനസ്സിനെ ഏൽപ്പിക്കുക. എൻ്റെ ഉള്ളിലെ അനന്തബുദ്ധിക്ക് ഈ പ്രശ്നത്തിനുള്ള ഉത്തരം അറിയാം. അതിപ്പോൾ എനിക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ നന്ദിയോടെ അത് സ്വീകരിക്കുന്നു എന്ന് പറയുക. എന്നിട്ട് സമാധാനത്തോടെ ഉറങ്ങുക. രാവിലെ ഉണരുമ്പോൾ ഉത്തരം ഒരു ചിന്തയായോ, ഒരു തോന്നലായോ, ഒരു അവസരമായോ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കും. ഇത് മാന്ത്രികമല്ല, മറിച്ച് നിങ്ങളുടെ മനസ്സിൻ്റെ സ്വാഭാവിക പ്രവർത്തനമാണ്. നിങ്ങളുടെ ഉപബോധ മനസ്സിന് സാർവത്രിക ബുദ്ധിയുമായി ബന്ധപ്പെടാനും നിങ്ങളുടെ ബോധ മനസ്സിന് അജ്ഞാതമായ വിവരങ്ങൾ ആക്സസ് ചെയ്യാനും കഴിയും. ഈ ശക്തിയിൽ വിശ്വസിക്കുക. അത് നിങ്ങൾക്കായി പ്രവർത്തിക്കും. നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ഈ ശക്തി ഉപയോഗിക്കാം. നിങ്ങളുടെ ശരീരം നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു പ്രതിഫലനമാണ്. രോഗമെന്നത് മനസ്സിലെ ഒരു അസ്വസ്ഥതയുടെ ശാരീരിക പ്രകടനമാണ്. ഭയം, കോപം, നീരസം, കുറ്റബോധം തുടങ്ങിയ നെഗറ്റീവ് വികാരങ്ങൾ ശരീരത്തിൽ വിഷാംശം സൃഷ്ടിക്കുകയും രോഗത്തിന് വഴിയൊരുക്കുകയും ചെയ്യുന്നു. എന്നാൽ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ആരോഗ്യത്തിൻ്റെയും പൂർണ്ണതയുടെയും ചിത്രങ്ങൾ സ്ഥാപിക്കുമ്പോൾ അത് നിങ്ങളുടെ ശരീരത്തിലെ രോഗശാന്തി പ്രക്രിയകളെ സജീവമാക്കുന്നു. ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ ശരീരം പൂർണ്ണ ആരോഗ്യത്തോടെ തിളങ്ങുന്നതായി ഭാവനയിൽ കാണുക. എൻ്റെ ശരീരം ദൈവിക ക്രമത്തിൽ പ്രവർത്തിക്കുന്നു. ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ് എന്ന സ്ഥിരീകരണം ആവർത്തിക്കുക. ഈ മാനസിക ചിത്രവും വാക്കുകളും നിങ്ങളുടെ ശരീരത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കും.
നിങ്ങളുടെ ബന്ധങ്ങളിലും ഈ പ്രാപഞ്ചിക ശക്തി പ്രവർത്തിക്കുന്നു. നിങ്ങൾ മറ്റുള്ളവരിൽ എന്താണോ കാണുന്നത്, നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ആ വിശ്വാസം നിങ്ങൾ സൂക്ഷിക്കുന്നുണ്ട്. ഒരു വ്യക്തിയെ നിങ്ങൾ വിശ്വാസയോഗ്യനല്ലെന്ന് കരുതുന്നുവെങ്കിൽ ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് വിശ്വാസവഞ്ചന മാത്രമേ അനുഭവിക്കാൻ കഴിയൂ. എന്നാൽ ഓരോ വ്യക്തിയിലും ദൈവത്തിന്റെ പ്രതിരൂപം കാണാൻ നിങ്ങൾ തീരുമാനിക്കുകയും അവരുടെ നന്മയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്താൽ അവരുടെ പെരുമാറ്റത്തിൽ ഒരു പരിവർത്തനം നിങ്ങൾ കാണും. ഇതാണ് ക്ഷമയുടെയും സ്നേഹത്തിന്റെയും അത്ഭുത ശക്തി. നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം മനസ്സിനെ ഭാരപ്പെടുത്തുന്ന നീരസത്തിന്റെ വിഷം നീക്കം ചെയ്യുകയാണ്. അത് നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ഗുണം ചെയ്യുന്നു. നിങ്ങളുടെ ഹൃദയം ശുദ്ധമാകുമ്പോൾ നിങ്ങളുടെ ലോകവും ശുദ്ധമാകുന്നു. ഈ അറിവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോഗിക്കാൻ നിങ്ങളൊരു പുതിയ ശീലം വളർത്തിയെടുക്കണം. എല്ലാ ദിവസവും രാവിലെ ഉണരുന്ന നിമിഷം നിങ്ങളുടെ ആദ്യ ചിന്തകൾ ശ്രദ്ധിക്കുക. അവ നെഗറ്റീവാണെങ്കിൽ ഉടനടി അവയെ പോസിറ്റീവായി മാറ്റുക. ഇന്നൊരു മോശം ദിവസമായിരിക്കുമെന്നതിനെ ഇന്ന് അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു ദിവസമായിരിക്കുമെന്നാക്കുക. എനിക്ക് ക്ഷീണമാണ് എന്നതിനെ ഞാൻ ഊർജ്ജസ്വലനാണ് എന്നാക്കുക. ഈ ചെറിയ മാറ്റങ്ങൾ നിങ്ങളുടെ ദിവസത്തിൻ്റെ ഗതി തന്നെ മാറ്റും. കാരണം നിങ്ങൾ നിങ്ങളുടെ ഉപബോധ മനസ്സിന് നൽകുന്ന ആദ്യ നിർദ്ദേശം അതാണ് ദിവസം മുഴുവൻ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ബോധപൂർവം നല്ല നിർദ്ദേശങ്ങൾ നൽകുക. നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കൈകളിലാണ്. നിങ്ങളൊരു ഇരയല്ല, ഒരു സ്രഷ്ടാവാണ്. നിങ്ങളുടെ ഉള്ളിലെ പ്രാപഞ്ചിക ശക്തി നിങ്ങളുടെ ഉപയോഗത്തിനായി കാത്തിരിക്കുന്നു. അതിനെ ഉപയോഗിക്കുക. നിങ്ങളുടെ ചിന്തകളെ നിയന്ത്രിക്കുക, നിങ്ങളുടെ വികാരങ്ങളെ ഉയർത്തുക, നിങ്ങളുടെ ഭാവനയെ ക്രിയാത്മകമായി ഉപയോഗിക്കുക. നിങ്ങളുടെ മനസ്സിനെ ഒരു വിശുദ്ധ ക്ഷേത്രമായി കാണുക. അവിടെ നിഷേധാത്മകതയുടെ ഒരു കണിക പോലും പ്രവേശിക്കാൻ അനുവദിക്കരുത്. ദൈവികമായ, സ്നേഹപൂർണമായ, സൃഷ്ടിപരമായ ചിന്തകൾ മാത്രം അവിടെ വസിക്കട്ടെ. ഇന്ന് ഈ നിമിഷം നിങ്ങളൊരു പുതിയ ജീവിതത്തിലേക്കുള്ള ആദ്യ ചുവട് വയ്ക്കുക. ഞാൻ എൻ്റെ ഉള്ളിലെ പ്രാപഞ്ചിക ശക്തിയെ ഉണർത്തുന്നു. ഞാനിപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നു എന്ന് പ്രഖ്യാപിക്കുക. ഈ വാക്കുകൾ നിങ്ങളുടെ പുതിയ യാത്രയുടെ തുടക്കമാകട്ടെ. ഈ വീഡിയോ നിങ്ങളുടെ ആന്തരിക ശക്തിയെക്കുറിച്ച് ഒരു പുതിയ ഉൾക്കാഴ്ച നൽകിയെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ പിന്തുണ അറിയിക്കുക. ഈ അറിവ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും പ്രചോദനമാകുമെന്ന് തോന്നുന്നുവെങ്കിൽ ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഒരുപക്ഷെ നിങ്ങളുടെ ഒരു ചെറിയ പ്രവൃത്തി മറ്റൊരാളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് തുടക്കമിട്ടേക്കാം. നിങ്ങളുടെ ഉള്ളിലെ പ്രാപഞ്ചിക ശക്തിയെന്നും നിങ്ങളെ നയിക്കട്ടെ. നിങ്ങളുടെ ഓരോ ദിനവും അത്ഭുതങ്ങൾ കൊണ്ട് നിറയട്ടെ. നിങ്ങൾ വിചാരിക്കുന്നതിലും അപ്പുറം ശക്തരാണ് നിങ്ങൾ. ആ ശക്തിയെ ഇന്ന് തന്നെ ഉണർത്തൂ.